ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മൈ സംഗീത. ഇന്ന് 2 സ്പെഷ്യൽ മാംഗോ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണാണല്ലോ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ചിലവ് ചുരുങ്ങിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 ഡ്രിങ്ക്സാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഡ്രിങ്ക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വലിയൊരു മാമ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പാകത്തിന് പഴുത്തിട്ടുള്ളൊരു മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ക്ലീൻ ചെയ്ത് തോലൊക്കെ കളഞ്ഞ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മാംഗോ മിൽക്ക് ഡ്രിങ്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറോ അല്ലെങ്കിൽ ഇതുപോലെ ബ്ലെൻഡറോ ജ്യൂസറോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയുടെ 3/4 ഭാഗത്തോളം ഞാൻ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ മാങ്ങ ഉപയോഗിക്കുകയാണെങ്കിൽ 1 or 2 മാങ്ങ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ ഹോർലിക്സ് പൗഡറാണ്. അപ്പോൾ ഹോർലിക്സ് ചോക്ലേറ്റ് ഫ്ലേവർ ഒന്നുമല്ല, ജസ്റ്റ് ക്ലാസിക് മാൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലേവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല്, തിളപ്പിച്ചാറിയ പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കുറഞ്ഞ പാലിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കണം. നമ്മളുടെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ചേരാനും പിന്നെ അതുപോലെ മാങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടാനൊക്കെ ആയിട്ട് നമ്മളൊരു ലോ സ്പീഡിൽ വെച്ച് ഇതുപോലെ ഒരു 3-4 മിനിറ്റ് നേരം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ പിന്നെ നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒട്ടും മാങ്ങയുടെ നാരൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കുടിക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ ലോ സ്പീഡിലിട്ട് ഇറക്കുമ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് ചേരും. നിങ്ങൾക്കറിയാം, പെട്ടെന്ന് തന്നെ നമ്മൾ സ്പീഡിൽ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചസാര അലിയാതെ പഞ്ചസാര കടിക്കുന്നതായിട്ട് ചിലർക്ക് അനുഭവം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 3-4 മിനിറ്റ് നേരം ഇതുപോലെ ലോ സ്പീഡിലിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല, നല്ല സ്മൂത്തി ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് തുറന്നു നോക്കാം. നല്ല തിക്കായി നല്ല ഫൈൻ പേസ്റ്റ് പോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മാങ്ങയൊന്നും ഒട്ടും അരയാതെ കിടക്കുന്നൊന്നുമില്ല, നല്ലപോലെ ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിക്കായ കാരണം കൊണ്ട് തന്നെ നമുക്ക് കുടിക്കാനായിട്ട് ഉള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അത് അധിക നേരമൊന്നും വേണ്ട, ജസ്റ്റ് 1 മിനിറ്റ് നേരമൊക്കെ മതിയാവും കേട്ടോ. അതൊന്നും കൂടിയും. അപ്പോൾ പഞ്ചസാര ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ മുന്നേ ആഡ് ചെയ്യേണ്ടതാണ്. എനിക്ക് മധുരം കുറവ് മതി, അത് കാരണം കൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഒരു മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു 3 ഐസ് ക്യൂബ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാംഗോ മിൽക്ക് ഡ്രിങ്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഹോർലിക്സിൻ്റെ ആ ഒരു ടേസ്റ്റും പിന്നെ മാമ്പഴത്തിൻ്റെ രുചിയൊക്കെ കൂടെ നല്ല രുചിയാണ്. ഒരു പുതു രുചി തന്നെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്തതും പിന്നെ കുറച്ച് കസ്കസ് ഒരു 20 മിനിറ്റ് നേരം സോക്ക് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്കും. പിന്നെ കസ്കസ് നമ്മുടെ ഒരു കൂളിംഗ് എഫക്റ്റ് നൽകുന്നതാണ് കേട്ടോ ശരീരത്തിന്. അങ്ങനെ നമ്മുടെ മാംഗോ മിൽക്ക് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോർലിക്സ് ചേർത്ത് നിങ്ങളൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ മാങ്ങയുടെ രുചി ഇഷ്ടമില്ലാത്ത മാങ്ങ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഹോർലിക്സൊക്കെ ടേസ്റ്റ് ആകുമ്പോൾ അവർ കുടിച്ചോളും. ഇനി നമുക്ക് അടുത്ത ഡ്രിങ്ക് ഉണ്ടാക്കാം. അതൊരു വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്കാണ് മാംഗോ ലൈം. ഇപ്പോഴത്തെ ജ്യൂസ് കടകളിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. പലതരത്തിലുള്ള ലൈമുകൾ, അതിലൊന്നായ മാംഗോ ലൈമാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബ്ലെൻഡർ എടുക്കാം, അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറ്. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഡ്രിങ്കിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ഒരു 1/4 ഭാഗം മാങ്ങ ഞാൻ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ 1 മണിക്കൂർ നേരം ഞാൻ ഈ മാംഗോ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 പുതിനയില മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഐസ് ക്യൂബ്സാണ്. അപ്പോൾ ഐസ് ക്യൂബ്സ് ഞാനൊരു 4 ഐസ് ക്യൂബ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാനും വെള്ളമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിത് അരയ്ക്കുന്നതിനോടൊപ്പം തന്നെ അത് വെള്ളമായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ലിഡ് ക്ലോസ് ചെയ്ത്
വെള്ളം ഒഴിക്കാതെയാണ് ഞാനിതിപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. മാങ്ങ നന്നായിട്ട് അരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കുറവ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സിൽ ഇതുപോലെ നല്ലപോലെ അരച്ചെടുക്കുക. അരച്ചെടുത്ത് ഇത് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പിന്നീട് സ്ട്രെയിൻ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് വളരെ കുറവ് വെള്ളത്തിൽ നമ്മൾ മാംഗോ ആദ്യം അരച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ലിഡ് തുറന്ന് നമുക്ക് ഇതിലേക്ക് ഇനി 2 നാരങ്ങ പിഴിഞ്ഞ ലൈം ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 നാരങ്ങയാണ് കേട്ടോ പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഈ പുളിയും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളി ഉപ്പും കൂടെ ചേർത്ത്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. നമ്മളിപ്പോൾ നല്ല കട്ടിയിലാണല്ലോ മാങ്ങയൊക്കെ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന്, ഇപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നന്നായി വെള്ളം ഒഴിച്ച്, നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ജസ്റ്റ് 1 മിനിറ്റ് നേരം ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല ലൂസായിട്ടുള്ള, നമുക്ക് ലൈമൊക്കെ കുടിക്കുന്ന ആ ഒരു പോലെ തന്നെ നല്ല പതയൊക്കെ കൂടി നല്ല അടിപൊളി മാംഗോ ലൈം ഇവിടെ റെഡിയാവും. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്. ഈ നാരങ്ങയുടെ രുചിയും അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സൊക്കെ ചേർത്തിരിക്കുന്ന കാരണം കൊണ്ട് ഒരു പ്രത്യേക ഒരു റിഫ്രഷ്മെൻറ്റാണ് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡ്രിങ്കാണ്. നല്ലൊരു കൂളിങ് നമുക്ക് ഇത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ ഐസ് ക്യൂബ്സ് ഒന്നും ഇടുന്നില്ല, കാരണം നല്ല തണുപ്പുണ്ട്. നമ്മൾ ഓൾറെഡി ഐസൊക്കെ ഇട്ടിട്ടുള്ള കാരണം കൊണ്ട് നല്ല തണുപ്പുണ്ട്. ഇത് ശരിക്കും നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് ദഹനത്തിനൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും കുടിക്കാൻ പറ്റുന്ന, ബിരിയാണിയൊക്കെ കഴിച്ചിട്ടൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന പോലെ തന്നെ കുറച്ച് കസ്കസ് ഉണ്ട്. ആ കസ്കസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 ഗ്ലാസ്സിലേക്ക് ഞാൻ കുറേശ്ശെ കസ്കസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ചെറിയൊരു തണ്ട് പുതിനയുടെ 2 ഇലയും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ ഡ്രിങ്കാണ്. അധികം മാങ്ങയൊന്നും വേണ്ട, ഒരു മാങ്ങയുടെ പൂളോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു മാങ്ങയൊക്കെ മതിയാവും ഈ ഒരു ഡ്രിങ്ക് വീട്ടിലുള്ള എല്ലാവർക്കും കുടിക്കാനായിട്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാംഗോ മിൽക്ക് ഡ്രിങ്ക് ആണെങ്കിൽ പാലും അതുപോലെ ഹോർലിക്സൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അവരുടെ വിശപ്പ് മാറും, ക്ഷീണമൊന്നും ഇല്ലാണ്ടിരിക്കുകയും ചെയ്യും. എന്തായാലും 2 റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.